പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് യാക്കോബിൻ്റെ സ്വപ്നമാണ്. ഒരു ഡിവൈൻ ആംബിയൻസ് അല്ലെങ്കിൽ ഡിവൈൻ സിറ്റുവേഷൻ, സാഹചര്യം യാക്കോബിന് കർത്താവ് കൊടുക്കുന്നു. അതിലപ്പുറമായിട്ടും ആ ഒരു വലിയൊരു ദൈവിക ചൈതന്യത്തിൻ്റെ നിമിഷം യാക്കോബിന് കർത്താവ് ഒരുക്കുക. എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസം മുഴുവനും നടക്കുമ്പോഴും പോകുമ്പോഴും എപ്പോഴും ഒരു ദൈവിക ചൈതന്യത്തിൻ്റെ വലയം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആരംഭത്തിൽ പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് യാക്കോബിനുണ്ടായ സ്വപ്നം ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഇനി ചെലവഴിക്കുന്ന അവസ്ഥ നോക്കി, ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഒത്തിരി നടന്ന് ക്ഷീണിതനാ, പിടിയിൽ നിന്ന് ഉറങ്ങി കാണും. അപ്പോൾ എന്ത് ചെയ്തു? യാക്കോബിന് ഒരു ദർശനമുണ്ടായി. ആ ദർശനം എന്താണ്? ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരറ്റം ആകാശത്ത്, മറ്ററ്റം ഭൂമിയിൽ. ഇനി അടുത്ത നമ്മൾ കാണുന്നത് ഒരു ദൈവിക ചൈതന്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു. ആ ഒരു മനോഹരമായ ദൈവിക ചൈതന്യത്തിൻ്റെ അവസ്ഥയിൽ യാക്കോബിന് കർത്താവ് പറയുക, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒന്നേ ആ ദൈവിക വെളിപ്പെടുത്തൽ എപ്പോഴും ഉണ്ടാകുന്നത് ദൈവിക സാന്നിധ്യത്തിലാണ്. ദൈവിക ചൈതന്യം നിറയുന്ന അവസ്ഥ. ആ സമയത്ത് യാക്കോബിന് കർത്താവ് കൊടുത്ത വാഗ്ദാനം വീണ്ടും പറയുന്നു, നിൻ്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റതായി തീരും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിൻ്റെ സന്തതിയിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇത്ര മനോഹരമായ വാഗ്ദാനം അവിടെ നിർത്തുന്നില്ല. അതാണ് പ്രിയമുള്ളവർ, ദൈവിക ചൈതന്യത്തിൻ്റെ നിമിഷങ്ങളിൽ വീണ്ടും ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്ന മറ്റൊരു വാഗ്ദാനം എന്താ അറിയാമോ? ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതാണ് പ്രിയമുള്ളവർ, അച്ഛനാവുകൊണ്ട് ആരംഭത്തിൽ പറഞ്ഞത്, ഈ ദൈവിക ചൈതന്യത്തിൽ നിങ്ങൾ നാകുമ്പോൾ ആരംഭത്തിൽ തന്നെ ഭയങ്കര അനുഗ്രഹത്തിൻ്റെ കൃപയുടെ നിറവിൻ്റെ ഒരു നിമിഷം. ആ നിമിഷത്തിൽ നാം ഓരോരുത്തരുമാകുമ്പോൾ നമുക്ക് തമ്പുരാനോട് കൂടെ നടക്കുന്ന ഒരു ഫീലിങ്, ഒരു അനുഗ്രഹത്തിൻ്റെ തോന്നൽ കർത്താവ് തരും. വീണ്ടും കർത്താവ് എന്താ പറയുന്നത്? ആ ഒരു ചൈതന്യത്തോടെ യാക്കോബിന് കിട്ടിയ വലിയ വാഗ്ദാനം എന്താ? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തരം വാഗ്ദാനം. ഞാൻ നിന്നോട് ഒരു കൊച്ചുകുഞ്ഞിനെ പിതാവ് ചേർത്ത് പിടിച്ച് നടത്തുന്ന പോലെ ഞാൻ നിന്നെ നടത്തും, കൈവിടുകയില്ല. അപ്പോൾ ഭയങ്കരമായിട്ടൊരു ദൈവിക സ്വപ്നവും ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും, ആ വ്യാഖ്യാനം കൂടെ നടക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യവും യാക്കോബിന് കിട്ടിയ. അതോടുകൂടി യാക്കോബ് ഉറക്കത്തിൽ നിന്നും ഉണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് സ്ഥലത്തുണ്ട്. തീർച്ചയായിട്ടും ഒരു ദിവ്യത്വം, ആ ഒരു ദൈവിക ചൈതന്യമുള്ള സ്ഥലമാണല്ലോ കർത്താവിൻ്റെ സാന്നിധ്യം. അവൻ അനുഭവിക്കാൻ സാധിച്ചു. എന്നാൽ ഞാനതറിഞ്ഞില്ല. ഭീതി പൂണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്. പ്രിയമുള്ളവരെ ഓർക്കുക, ഇവിടെ ഭയാനകം എന്ന് പറയുന്നത് ഒരു പേടിയല്ല, മറിച്ച് ദൈവിക സാന്നിധ്യത്തിൽ നമ്മുടെ മനസ്സ് നിറയുന്ന ഒരു വികാരമാണ്.
അത് പേടിയല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നോക്ക്, ആ ഒരവസ്ഥയിൽ യാക്കോബ് പറഞ്ഞില്ലേ, ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം ഈ ഞായറാഴ്ച പങ്കുവെക്കാൻ കാര്യം എന്താണെന്നറിയാമോ? കാര്യമുണ്ട്. അതായത് അടുത്ത വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാണ്. അന്ന് ഞങ്ങൾ അനുഗ്രഹ വെള്ളി എന്ന് കാവൽത്താൽ പറയും. അന്ന് പ്രത്യേകമാമിതം ഒത്തിരി പേര് വരും. ആ ദിവസം വ്യത്യസ്തമായ ശുശ്രൂഷ കർത്താവ് ക്രമപ്പെടുത്തും. അനുഗ്രഹ വെള്ളി എന്ന് പറയുന്നത് വരുന്ന മക്കൾക്കെല്ലാം അനുഗ്രഹമാകുന്ന ശുശ്രൂഷയാണത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പറയുന്നുണ്ട്, ഈ ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണ്. പ്രിയമുള്ള സഹോദര സഹോദരി, ഇതായിരങ്ങളുടെ അനുഭവമാണ്. ഗാഗുൽത്ത സ്വർഗത്തിൻ്റെ കവാടമായി അനേകം മക്കൾക്ക് അനുഭവിക്കാൻ ഈ കാലഘട്ടത്തിൽ കർത്താവ് ഉയർത്തിയെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് ഞായറാഴ്ചയല്ലേ, നിങ്ങൾ തീരുമാനമെടുക്കണം. അടുത്ത വെള്ളിയാഴ്ച ആദ്യ വെള്ളി ഗാഗുൽത്തയ്ക്ക് കടന്നു വരാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു സാക്ഷ്യം ഓർക്കുന്ന ഇപ്രകാരമാണ്. ഗാഗുൽത്ത പ്രകാരം അനുഗ്രഹം ഭാവിക്കുവാൻ നിനക്ക് വേണ്ടി സ്വർഗം മാറ്റിവെച്ച അനുഗ്രഹം അതിൻ്റെ തുറവിയായി വാതിലായി ഗാഗുൽത്ത മാറുന്ന അച്ഛൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കിച്ചണിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ബാബു എന്ന സഹോദരനുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ചെറുതായിട്ട് അച്ഛൻ പറയാം. ഇദ്ദേഹത്തിനൊരു പ്രത്യേക രോഗം വന്നു. ആ രോഗാവസ്ഥയിൽ ഇദ്ദേഹത്തിന് 6 മാസം റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ശരീരം മുഴുവൻ വേദനയാണ്, അനങ്ങാൻ പറ്റത്തില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സഹോദരി പറഞ്ഞു, ഏതായാലും ഇവിടെ 6 മാസം കിടക്കുകയല്ലേ, ഒരാഴ്ച ഗാഗുൽത്തായി ധ്യാനത്തിന് പോകാലോ, അവിടെ റെസ്റ്റ് എടുക്കാമല്ലോ, അവിടെ സൗകര്യമൊക്കെ ഉണ്ടല്ലോ എന്ന് ബാബുവിൻ്റെ സഹോദരി പറഞ്ഞു. അപ്പോൾ ബാബു സമ്മതിച്ചു. ഞാൻ പറയാൻ വന്നത്, ബാബു തൻ്റെ വാഹനത്തിൽ ഗാഗുൽത്തായ്ക്ക് വരിക. അപ്പോൾ ബാബു പറഞ്ഞു, 1/2 മണിക്കൂർ എനിക്കൊന്നെടുത്തു എൻ്റെ ഒരു കാല് പയ്യെ വണ്ടിയിലേക്ക് എടുത്തു വയ്ക്കാൻ. അപ്പോൾ ശരീരം മുഴുവൻ വണ്ടിയിലിരിക്കാൻ കുറേ സമയം പിടിച്ചു. ഒപ്പം തന്നെ ഭയങ്കര വേദനയായെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ ബാബു ഗാഗുൽത്തായിലെത്തി. ഇനിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. ആ വണ്ടിയിലിരുന്ന് ഭാര്യ വീൽ ചെയർ എടുക്കാൻ വേണ്ടി ഗാഗുൽത്തായ്ക്ക് പോയി. ആ സമയത്ത് ബാബു പങ്കുവെക്കുന്ന ഇപ്രകാരമാണ്. ഇവിടെ എത്തിയപ്പോൾ ബാബുവിന് ഭയങ്കര ഒരു ഫീലിംഗ് വരുന്നു, ഒരു അനുഭവം വരുന്നു. ശരീരത്തിലേക്കൊരു ശക്തി കടന്നു വരുന്ന പോലെ. ധൈര്യപൂർവ്വം ബാബു വണ്ടിയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് നടക്കാൻ നോക്കി. അത്ഭുതം എന്ന് പറയട്ടെ, ബാബു പറയുകയാണത്, ഈ ഗാഗുൽത്തായുടെ ആ മണ്ണിൽ ചവിട്ടിയതോടുകൂടി എന്തൊരവസ്ഥ പോലെ എൻ്റെ ഭാര്യ വീൽ ചെയറുമായി വന്നപ്പോൾ ഞാൻ തന്നെ നടന്ന് ഗാഗുൽത്ത ധ്യാനകേന്ദ്രത്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പറഞ്ഞ് പ്രിയമുള്ളവരെ, അടുത്ത വെള്ളിയാഴ്ച നീ വരണം. അനേക ആയിരങ്ങൾ അനുഭവം പ്രാപിച്ച ഈ ആലയത്തിലേക്ക് നീ ഒന്ന് വാ. പ്രത്യേകിച്ച് നമ്മൾ ഓരോ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഡിസംബർ മാസത്തെ അനുഗ്രഹ വെള്ളി, ആദ്യ വെള്ളി പ്രവാസികളായ മക്കൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളാണ്. അവരെ പ്രത്യേകം ഓർക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ, അവരെ പ്രത്യേകം ഓർക്കും. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ഒത്തിരി ആഗ്രഹിച്ച് മോഹിച്ചിട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മക്കളും വന്നം കേട്ടോ. പ്രവാസികളായ മക്കൾ അവധിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗാഗുൽത്തായ്ക്ക് അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ പറഞ്ഞു വിടണം. നിങ്ങൾ പറയുകയും ചെയ്യണം. നിങ്ങളതിനെ പറഞ്ഞു വിടുമ്പോൾ നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. അതുപോലെ നമ്മുടെ ഒത്തിരി മക്കളുണ്ട്, വ്യത്യസ്ത OIT, IELTS, അങ്ങനെ പല എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പോകാനും പറ്റുന്നില്ല. ഭയങ്കര നിരാശയിലിരിക്കുന്ന മക്കളുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ആ മക്കളെ ഒന്ന് അടുത്ത വെള്ളിയാഴ്ച ഒന്ന് പറഞ്ഞു വിടണം. സാധിക്കുമെങ്കിൽ അവരെ പാസ്പോർട്ടും കൊടുത്തു വിടണം കേട്ടോ. പൊതുവായ ശുശ്രൂഷയിൽ അങ്ങനെ ഉള്ള മക്കൾക്ക് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി ഇപ്പോൾ നാട്ടിലില്ലാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഈ ധ്യാനത്തിന് ലിങ്ക് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കണം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ,
അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ വരണം, ഒപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അന്ന് വരുന്ന മക്കൾക്ക് തീർച്ചയായിട്ടും യാക്കോബ് പറഞ്ഞ പോലെ ഈ സ്ഥലം ദൈവത്തിൻ്റെ സ്ഥലമാണ്, സ്വർഗത്തിൻ്റെ കവാടമാണ്, സ്വർഗത്തിൻ്റെ വാതിലാണ്. ആ ഉദരത്തിൽ വലിയ ദൈവിക അനുഭവം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബിൻ്റെ സ്വപ്നത്തിൽ എന്ന പോലെ കൂടെ നടന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ്, കൈപിടിച്ച് നടക്കുന്ന കർത്താവ്, ഒരു കൊച്ചു കുഞ്ഞിനെ തൻ്റെ കരത്തോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന അപ്പച്ചനെ പോലെ ആ ഒരു ചേർത്ത് പിടിച്ച് നടക്കുന്ന അനുഭവം എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നിങ്ങൾക്ക് ആശീർവാദം തരാം. കർത്താവായ ദൈവമേ മക്കളെ അനുഗ്രഹിക്കട്ടെ. വലിയ അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ദിവസം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.